2013 ഒക്ടോബർ 2 US-ലെ ടെക്സസിൽ ജനിച്ച ക്യാംഡന്റെ ജീവിതകഥ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ പിന്നീട് കുറച്ചു കാലത്തേക്കെങ്കിലും ആരോടും പരാതി പറയാൻ സാധ്യതയില്ല. അത്രയ്ക്ക് പ്രചോദനാത്മകവും ഊർജം തരുന്നതുമാണ് ഈ കൊച്ചുമിടുക്കന്റെ ഓരോ ദിവസത്തെയും ജീവിതം. സഹോദരിയോടൊപ്പം പാർക്കിൽ കളിക്കുന്ന ക്യാംഡന്റെ പുഞ്ചിരി നമ്മോട് ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട്: തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന്. 2013 ജനുവരി മാസത്തിലാണ് കേറ്റി വിഡൻ താൻ ഗർഭിണിയാണെന്നറിഞ്ഞത്. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനായി കേറ്റി ആദ്യമായി വാങ്ങിവെച്ചത് മനോഹരമായ ഒരു പെയർ ഷൂസ് ആയിരുന്നു. ആദ്യമായി അമ്മയാകുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു കേറ്റി. എന്നാൽ ആ ഷൂസ് കുഞ്ഞിനൊരിക്കലും ഉപയോഗിക്കാനാവില്ലെന്ന് അനാറ്റമി സ്കാനിംഗ് നടത്തിയ ദിവസം കേറ്റി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. കുഞ്ഞിന് കൈയുടെ കീഴ്ഭാഗവും കാലുമില്ലെന്ന ഡോക്ടറിന്റെ വാക്കുകൾ ഇടിത്തി പോലെയാണ് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് പതിച്ചത്. ഇങ്ങനെയൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ആ കുഞ്ഞിനോടുള്ള അനീതിയാണെന്നും ആ കുഞ്ഞിനെ അബോർഷൻ നടത്തണമെന്നുമുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉണ്ടായി. സമ്മർദ്ദം ശക്തമായപ്പോൾ ഒരു നിമിഷത്തേക്ക് കേറ്റി അതുവരെ പഠിച്ച മൂല്യങ്ങളെല്ലാം മറന്നു. ഗർഭചിത്രത്തിനായുള്ള ദിവസം വരെ തീരുമാനിച്ചെങ്കിലും ദൈവത്തിന് ആ കുഞ്ഞിനെക്കുറിച്ച് വേറെ ചില പദ്ധതികളുണ്ടായിരുന്നു. അബോർഷൻ നടത്താനുള്ള തീരുമാനമെടുത്ത നിമിഷം മുതൽ കേറ്റിയുടെ ആത്മാവിൽ ഇരുട്ട് വ്യാപിച്ചിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുറിക്കുള്ളിൽ കഴിഞ്ഞ കേറ്റിയെ അബോർഷന് മുമ്പുള്ള ഒരു ദിവസം കേറ്റിയുടെ പിതാവ് ഒരു ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗർഭിണിയായ മറ്റൊരു യുവതിയിലൂടെ ദൈവം അന്ന് അത്ഭുതകരമായി കേറ്റിയുടെ ജീവിതത്തിൽ ഇടപെട്ടു. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ കേറ്റി എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. I didn't want to hurt my baby by making him go through this in his life, but I felt selfish because I needed him. I just needed to meet him. ആ തീരുമാനം പൂർണ്ണമായി ശരിയായിരുന്നു എന്ന് ഓരോ ദിവസവും ക്യാംഡനിലൂടെ ദൈവം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കേറ്റി പറയുന്നു. കൈയും കാലുമില്ലാതെ ജനിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും നടക്കാനോ മറ്റു കുട്ടികളെ പോലെ കളിക്കാനോ പഠിക്കാനോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുവാനോ കഴിയില്ലെന്ന് പറഞ്ഞാണ് കേറ്റിയെ പലരും ഭയപ്പെടുത്തിയത്. എന്നാൽ ജനിച്ച് 2-ാം മാസമായപ്പോഴേക്കും ഒരു കളിപ്പാട്ടത്തിൽ തട്ടാൻ ക്യാംഡൻ നടത്തിയ ശ്രമം തൻ്റെ കുഞ്ഞ് ഒരു സാധാരണ കുട്ടിയാണെന്ന് കേറ്റിയെ ബോധ്യപ്പെടുത്തി. 4-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരുടെ ആരവങ്ങൾക്ക് മധ്യേ ക്യാംഡൻ വെച്ച ആദ്യ ചുവടുകൾക്ക് ഒളിമ്പിക്സ് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു. Good job, Camden. That's my boy. I'm so proud of you. I want to see Mama. You want to see yourself walking? പിന്നീട് അങ്ങോട്ട് ക്യാംഡന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തനിയെ ഭക്ഷണം കഴിക്കുകയും കളർ ചെയ്യുകയും ഫുട്ബോൾ കളിക്കുകയും ചെയ്തുകൊണ്ട് ക്യാംഡൻ ഇന്ന് കൈയും കാലുമുള്ള മുതിർന്നവരെ വെല്ലുവിളിക്കുകയാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടുവാനും. 2017 ജൂലൈ 4 ജനിച്ച കുഞ്ഞനിയൻ ജാക്സിന്റെ കരച്ചിലടക്കുന്ന വീഡിയോ 8.5 ലക്ഷത്തോളം ആളുകളാണ് ഇതിനോടകം ഇന്റർനെറ്റിലൂടെ കണ്ടത്. ഇത്ര വലിയ മനസ്സുള്ള വല്യേട്ടന് എന്തിനാണ് ഇനി വേറെ കയ്യും കാലും എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ മാസത്തിൽ 7 വയസ്സ് തികയുന്ന ക്യാംഡന് ഇന്ന് മനസ്സ് വച്ചാൽ ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. ദൈവമാണ് ക്യാംഡനെ സൃഷ്ടിച്ചതെന്നും ഇങ്ങനെ സൃഷ്ടിച്ചതിനു പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ടെന്നും ക്യാംഡന് നന്നായി അറിയാം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സന്തോഷവാനായ കുട്ടികളിൽ ഒരാളാണ് ക്യാംഡൻ. അതുകൊണ്ട് ആരും ഇവനെ സഹതാപത്തോടെ നോക്കേണ്ട ആവശ്യമില്ല, അമ്മ കേറ്റി പറയുന്നു. Good job. Get it, Jax. Get it. Yay! No, don't give him to that. Don't give that to him, baby. Oh no, he's gonna eat it. Ew, he's licking it. It got his spit up on it. Alright, here. Good job. You have good aim, Camden. Take a
a ball.